നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ ആമി വന്നിട്ടുണ്ട്. നമുക്ക് അവളെ കാണാം. അവളെ ഇങ്ങോട്ട് നോക്കണമല്ലോ, അവളവിടെ നിൽക്കണ. അങ്ങോട്ട് പോകണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ആമി ഇവിടെ എത്തി. നമ്മളിനി പോവാണ് ജയ്പൂർക്ക്. ബസ് കയറണി. അപ്പൊ നമ്മളിപ്പോ ബസ് സ്റ്റാൻഡിലെത്തിയേക്കാണ്. ഇവിടെ നിന്ന് നമുക്ക് ബസ്സൊക്കെ കയറി അങ്ങോട്ട് പോണം. ആമി 2 വാക്ക് പറയൂ. ഇപ്പോഴും ഈ കുരിശന്റെ കൂടെ തന്നെ. കുരിശെന്നൊക്കെ അല്ല, ക്രോസ്. ഓക്കെ ഗൈസ്, എന്റെ ടാറ്റോ കണ്ടോ? നിങ്ങൾ ഇനി ആരും കണ്ടില്ലെന്ന് പറയണ്ട. എന്ത് ടാറ്റോ? നീ കണ്ടില്ല എന്റെ ടാറ്റോ? ഒന്നുമില്ല. സൂര്യനും ചന്ദ്രനും. സൂര്യനെയും ചന്ദ്രനെയും എനിക്ക് ഇഷ്ടമാണ്. ചന്ദ്രനെ എനിക്ക് കുറച്ച് അധികം ഇഷ്ടമാണ്. പക്ഷെ സൂര്യനാണല്ലോ പകല്. അതാണല്ലോ നമുക്ക് വേണ്ടത്. അങ്ങനെ ടാറ്റോ അടിച്ചേ ഒന്നും പറയാ. അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട. നമ്മളിപ്പോ ഇവിടെ വന്നേക്കാണ്. പറഞ്ഞു ആമി പറഞ്ഞു. ഞങ്ങൾ 5 വർഷത്തിന് ശേഷം കണ്ടപ്പോ എടുത്ത ഫോട്ടോയാണ്. 2 മാസം ജൂലൈ 14 കണ്ടതാണ്. ഇപ്പൊ ഞങ്ങള് വീണ്ടും കണ്ടപ്പോ ഞങ്ങൾ അല്ല, ഞാനിത് ട്രെയിനിലിട്ട ഡ്രസ്സാണ്. അപ്പൊ എനിക്ക് ട്രാവലൊക്കെ ചെയ്യണ കാരണം എന്തെങ്കിലും ഒരു കാഷ്വലായിട്ട് ഇതങ്ങോട്ട് എടുത്തിട്ട്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഡ്രസ്സ്. അപ്പൊ എനിക്ക് അലക്കാനല്ല. അപ്പൊ നമ്മള് പിന്നെ നല്ല തണുപ്പായിരിക്കും, ബസ്സിലാ പോണേ. അപ്പൊ പിന്നെ ഫുൾ സ്ലീവ് ഇട്ടോട്ടെ എന്ന് കരുതി ഞാൻ ഇട്ടതാണ്. ഹൈലൈറ്റ്സ് നോക്കിയപ്പോഴാണ് രണ്ടും നല്ല പരിചയമുള്ള ഡ്രസ്സാണല്ലോ. അത്ര പൈപ്പേ ചന്ദ്രനെ കണ്ടു. നമുക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഡൽഹിയാണിത്. ഡൽഹിയിലെ ചന്ദ്രനെ നോക്കൂ. Keep it softly spoken, with no strings tying you to me. I'm happy in your company with no emotion, 'cause my love deserves to be free. I never wanna look at a house in the garden, I never wanna lock you down. I know you're not mine, it's just my turn, but we can still have fun for now. ജയ്പൂരിലാണ്. ഒരു പ്രത്യേക ബാത്റൂമിൽ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മള് ഡോർമെറ്ററി ഒക്കെ എടുത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷൊക്കെ ആയി. അങ്ങനെ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ടാണ്. സോ അലീനയുടെ അഭിപ്രായം, അതിനൊരു വീഡിയോ ആരും കാണുന്നില്ലെന്നാണ്. പക്ഷെ എല്ലാവരും കാണണം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അല്ല, എനിക്ക് ആരും കണ്ടില്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഇതൊരു ഓർമ്മയായിട്ട് ഞാൻ എന്തായാലും ഈ വീഡിയോസൊക്കെ കളയും എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ലാത്ത കാരണം. അപ്പൊ പിന്നെ അത് ഈ വീഡിയോസ് എല്ലാം കൂടെ ഒന്ന് ഇതായിട്ട് ഒരു സ്ഥലത്ത് കിടക്കണം, അത്രേ ഉള്ളൂ. Keep it low key, keep it softly spoken, with no strings tying you to me. നമ്മളിപ്പോ മെട്രോ ഇറങ്ങിയിട്ട് ഇപ്പൊ നമ്മൾ എങ്ങടെ ജൽമഹലിലേക്കാണ് ആദ്യം പോണത്. ഇവിടെ നിന്ന് കുറെ അടുപ്പിച്ച് കുറെ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മളിന്ന് പോകുന്നതാണ്. പോവാം നമുക്ക്.
അതിലും അങ്ങനെ തന്നെ നിൽക്കണത്. ഹായ്, ഞങ്ങളിപ്പോ നല്ല വിശപ്പുണ്ട്. ജൽമഹലിന്റെ അവിടേക്ക് എത്തിയേക്കാണ്. സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കയറി എല്ലാവരും ഒരു പ്ലെയിൻ ദോശ വാങ്ങിച്ച് Keep it low key, keep it softly spoken. No strings tying you to me. കഴിക്കാനിരുന്ന് ഇവിടെ അങ്ങോട്ട് Happy in your company with no emotion, 'cause my love deserves to be free. I never wanna look at a house in the garden. I never wanna lock you down. I know you're not mine, it's just my turn, but we can still have fun for now. ഇവിടെ രാജസ്ഥാനിയുടെ കൊച്ചുമൊക്കെ ഇടാൻ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ചേച്ചി, ഇതാണ് അമർ ഫോർട്ട്. ഇവിടെ ആ മുകളിൽ വരെ നമ്മ നടന്നെത്തണം. മിസ് മാച്ച് ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്തത്. ഇവിടെ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വളകളൊക്കെ ഉണ്ട്. 100 रुपए चूड़िया 100 रुपए 100 में 100 रुपए में नेकलेस चूड़ी 100 और ये लकड़ी वाले मैग्नेट है. മോളിൽ നിന്നുള്ള വ്യൂ ആണ്ട്ടോ. നമ്മള് മോളിൽ ഫുള്ളായിട്ട് എത്തിയിട്ടില്ല. ഇനിയും കുറച്ച് നടന്ന് കയറാനുണ്ട്. अरे बड़े चक्कर में बैठ लिया है. मैं अब उतर रहा हूँ, देख ले. കയറാനുണ്ട്. കൊറേ നടന്ന് കൊറേ കയറാനുണ്ട്. എന്തോരോന്നറിയോ, ചൂടെടുക്കണേ. നമ്മൾ ആനനെ കാണുമ്പോ വേണം. എന്തോരോണെന്നാ നടക്കാനുണ്ട്. ഞങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ താഴെ നിന്ന് വയ്യാണ്ടായി വെള്ളം നയിക്കണ. ഞങ്ങള് മാത്രം നടന്ന് മോളിൽ വിത്തൗട്ട് ഇനി കൊട ഓർ തൊപ്പി. ഇപ്പൊ സമയം 11:15. ഷോ വയ്യാണ്ടായിട്ടോ. എന്താണ് ചൂടയാണത്? ഇതല്ലേ ചൂടാ? ഇതാണോ റെഡ് കളറ്? എന്നാ വെയിറ്റ് ചെയ്ത് വേർത്തായി. നല്ല തിരക്കുണ്ട്. മഴ നല്ലോണം ചാറലുണ്ട്. ഞാനിപ്പോ ഹവാമഹലിന്റെ മുന്നിലാണ് നിൽക്കണം. We're gonna keep it low key, keep it softly spoken, with no strings tying you to me. I'm happy in your company with no emotion, 'cause my love deserves to be free. I never wanna look at a house in the garden. I never wanna lock you down. ഗൈസ്, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ജന്തർ മന്ദിറാണ്. ഡൽഹിയിലൊരു സ്മോൾ ജന്തർ മന്ദിറുണ്ട്. ഇത് പണ്ടത്തെ രാജാക്കന്മാർ സ്റ്റാർസിന് നോക്കാൻ വേണ്ടി പങ്കുവച്ചിരിക്കുക. അവരിതിനെ ജ്യോതിശാസ്ത്രത്തിന് ഇത് ഉപയോഗിക്കുമായിരുന്നു. ഇത് അതിന് പഠിക്കാൻ വിട്ടതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായി. Keep it low key, keep it softly spoken, with no strings tying you to me. I'm happy in your company with no emotion, 'cause my love deserves to be free. I never wanna look at a house in the garden. I never. നമ്മൾ തിരിച്ച് ആഗ്രയ്ക്ക് പോകാനുള്ള ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യണം ഇവിടെ ഇരുന്നിട്ട്. ഭംഗിയാണെന്ന് നോക്കി. നല്ല രസമാണ് കാണാനായിട്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ?
വൈകുന്നേരം ആയപ്പോഴാണ് ജയ്പൂർ ഒന്നുകൂടെ കുറച്ചുകൂടെ ഒന്ന് ഫീൽ ചെയ്യണത്. രാവിലെ നമ്മൾ വന്നതാണെങ്കിൽ പോലും എന്ത് ഭംഗിയാണെന്നറിയോ ഈ സ്ഥലമൊക്കെ കാണാനായിട്ട്. പിങ്ക് കളറല്ല, ശരിക്കും പറഞ്ഞ റെഡ് കാണാൻ നല്ല രസമാണ് കാണാനായിട്ട്. ഗൈസ്, നമ്മള് ലസ്സി കഴിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ സ്പെഷ്യൽ ലസ്സിയാണ് അല്ലേ അടുത്തേ. സ്വീറ്റ് ലസ്സി അല്ലേ ഇത്, നല്ല ടേസ്റ്റ് ഉണ്ട്. രാവിലെ കണ്ട സ്ഥലമേ അല്ല ജയ്പൂര്. വേഗം നടക്കാം, അവര് നമ്മൾ നോക്കിക്കണം. കൊറേ ഉണ്ട്. ഇതെന്ന് വെച്ചാല് എന്ത് ഭംഗിയാന്നറിയും. ഇപ്പോഴാണ് ജയ്പൂർ വന്നത് ബോത്തായിട്ട് ഫീൽ ചെയ്യണത്. ഞങ്ങൾ ഈ വഴി കൂടെ ഇപ്പൊ 3ാമത്തെ തവണയാണ് നടക്കണേ. പക്ഷെ 3 തവണ നടന്നപ്പോഴും 3 ഡിഫറെന്റ് ഫീലിംഗ് ആയിരുന്നു. രാത്രിയാണ് ജയ്പൂർ കാണാൻ കുറച്ചും കൂടി രാത്രിയാണ് കാണേണ്ടത്. ഞങ്ങളിങ്ങനെ വൈകിട്ട് പറയായിരുന്നു ജയ്പൂര് പിങ്ക് സിറ്റിയുടെ വൈബ് കിട്ടുന്നില്ല, പിങ്ക് സിറ്റിയുടെ വൈബ് കിട്ടുന്നില്ല. നൗ ഇറ്റ്സ് സോ ഗുഡ്. എന്ത് ഭംഗിയാ കാണാൻ. ഇപ്പോഴാണിങ്ങനെ എന്ത് രസാണല്ലേ ഇതൊക്കെ കാണാനായിട്ട് അങ്ങനെയൊക്കെ തോന്നണത്. അതെ, ഭയങ്കര സപ്പോർട്ടീവാണ് ഇവള്. ഞങ്ങളെല്ലാവരും ആഗ്രഹിക്ക് പോവുകയാണ്. ആമി മാത്രം ഡൽഹിക്ക് തിരിച്ചു പോവുകയാണ്. പുള്ളിക്കാരത്തേക്ക് ഒരു അസൈൻമെന്റ് ഒക്കെ എന്തുകൊണ്ടെന്നാ പറയപ്പെടുന്നത്. വിശ്വാസമായിട്ടില്ലേ? അല്ല, അപ്പൊ നമ്മളെല്ലാവരും പോവുകയാണ്. എവിടേക്ക്? ആഗ്രയ്ക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ മെട്രോയിൽ പോയിട്ടാണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്. ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ചിരിക്കണേ? ഞാൻ പറയും നിങ്ങൾ ചിരിക്കേണ്ട കാര്യമില്ല. ഇത് നമുക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ ചേഞ്ച് ഡ്രസ്സൊക്കെ അങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്ത് റോട്ടിൽ കൂടെ ഇങ്ങനെ നടന്ന് ബാഗൊക്കെ തൂങ്ങി പിടിച്ച് നടന്ന് കാലൊക്കെ കഴച്ച് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ ബട്ടർ നാനും പിന്നെ എന്താണ് പനീർ ബട്ടർ മസാലയും ലസ്സിയും കഴിച്ചു. അതായിരുന്നു ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയണത്. അപ്പം നമ്മളിങ്ങനെ അതൊക്കെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കായിരുന്നു. അതൊക്കെ ഫസ്റ്റ് ടൈമാണെന്ന് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണത്. അപ്പോൾ ശരിക്കും ജയ്പൂരിൻ്റെ ഒരു ഭംഗി എന്ന് പറയണത് നൈറ്റ് തന്നെയാണ്. നമ്മൾ മണിക്കൂടത്തിലാണ് ഇപ്പം ചായ കുടിക്കാൻ പോകുന്നത്. നമ്മൾ ആഗ്രഹിച്ച് പോകാനായിട്ടുള്ള ബസ് 14:30 അപ്പോൾ ബസ് വെയിറ്റ് ചെയ്ത് ഇരിക്കണേന്ന്. അപ്പം നമ്മൾ ചായ കുടിക്കാൻ വിചാരിച്ചു. നമ്മളിപ്പോൾ എവിടെയാണെന്ന് അറിയോ? താജ്മഹലിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ 4:30 ആ ഒരു സമയമായിട്ടുള്ളൂ, തുറന്നിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇവിടെ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്താണ്. നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇവിടെ വരെ വന്നിട്ട് താജ്മഹൽ കാണാതെ പോരണത് മോശമല്ലേ? അപ്പോൾ നമ്മൾ താജ്മഹൽ കാണാൻ പോവുകയാണ്. നമ്മൾ
താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് വെസ്റ്റ് ഗേറ്റ് വഴിയാണ്. ഇതാണ് ആ വഴി. നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ട്രെയിനിലാണ്. രാവിലെ 6:10 6:20 ട്രെയിൻ കയറി. നാളെ വെളുപ്പിന് 12 മണിക്കാവുമ്പോഴേക്കും എത്തും. അപ്പോൾ ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ താജ്മഹൽ വരെ അവിടെ വരെ പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എന്താ നടന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഭയങ്കര തലവേദനയൊക്കെ ആയി. അപ്പോൾ പിന്നെ എനിക്ക് വ്ളോഗ് എടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വന്ന് ഫ്ലാറ്റിൽ വന്ന് കിടന്നുറങ്ങി. ഇവരൊക്കെ സരോജിനി മാർക്കറ്റിൽ പോയി. ഞാൻ പോയൊന്നുമില്ല, എനിക്ക് ഒട്ടും വയ്യായിരുന്നു. പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങിയപ്പോഴാണ് ശരിയായത്. എന്തായാലും ഈ ഒരു ട്രിപ്പ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ഇത്രയും നാളും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കാൻ പറ്റി. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനായിട്ട് പോയതാണെങ്കിലും ഇങ്ങനെ കുറേ അലഞ്ഞുതിരിഞ്ഞ് നടന്നതും ഓരോ നമ്മുടെ തമാശകളും കാര്യങ്ങളും ഒരു എന്താ പറയുക നല്ലൊരു അനുഭവം വരുന്ന. പിന്നെ ഇങ്ങനെയൊന്നും ഇത്ര നമ്മൾ വിചാരിച്ച പോലെ പ്ലാൻ ചെയ്ത പോലെ എല്ലാവിടും പോകാൻ പറ്റുന്നൊന്നും വിചാരിച്ചതല്ല. പക്ഷേ വിചാരിച്ച പോലെ എല്ലായിടമൊക്കെ ഒരുവിധം എല്ലാം കവറൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. ഇപ്പോൾ ഷാനിബാണെന്നുണ്ടെങ്കിലും അയനയാണെന്നുണ്ടെങ്കിലും നമ്മളെ നല്ലോണം ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. അവരുള്ളതുകൊണ്ടാണ് ഈ ഒരു ട്രിപ്പ് ഇത്ര സക്സസ്ഫുള്ളായിട്ട് നമ്മൾ തിരിച്ച് വരുന്നത്. മുംബൈയിൽ നല്ല മഴയെന്നാണ് പറയണത്. ചെന്നിട്ടെല്ലാം നോക്കാം. ഇതായിരുന്നു നമ്മുടെ ട്രിപ്പ് എക്സ്പീരിയൻസ്. ഇപ്പോഴാണ് ഒന്ന് പനിയൊക്കെ ഇതായി നോക്കിയായത്. അടുത്ത യാത്ര പോകുന്നത് വരെ അതെ, ഞങ്ങൾ വ്ളോഗ് എടുക്കാണല്ലോ ട്രെയിനിലിരുന്ന്. അപ്പോൾ ആൾക്കാർ നോക്കി ചിരിക്കുന്നു. നമ്മളത് മൈൻഡ് ചെയ്യണ്ട. ആർക്കെയാണെന്നുണ്ടെങ്കിൽ തന്നെ മൈൻഡ് ചെയ്യുന്നില്ല, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് അടുത്ത വ്ളോഗ് എടുക്കാം.